ശബരിമല സ്വർണ്ണക്കുള്ളയിൽ ഇതാ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത് SIT എന്ന് സംഭവ ബഹുലമായി കേരളത്തിലെ മാപ്രകൾ അവതരിപ്പിക്കുകയാണ്. ഇനി എന്താണ് വസ്തുത? ആ വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണ്ടേ? വാർത്തകൾ വരുന്ന ഇത്തരത്തിൽ ചോദ്യം ഞാൻ സമാധാനം നിങ്ങൾ 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്, അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്, അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? ഇത്രയേ ഉള്ളൂ. അന്നത്തെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം? ആ ഫോട്ടോകൾ എന്താണ്? ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ ചോദിച്ചു, മറുപടി കൊടുത്തു. ടാറ്റ ബൈ ബൈ ഓക്കെ പറഞ്ഞു പുറത്തിറങ്ങി. സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, മൊഴിയെടുക്കുന്നില്ല എന്നാണ് ചോദ്യം. കേരളത്തിലെ മാപ്രകൾ പോലും അറിയാതെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചത്. മൊഴിയെടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ കടകംപള്ളിയെ തിരിച്ചു വിടുമായിരുന്നു? ഇല്ലായിരുന്നല്ലോ. കടകംപള്ളിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു ബോർഡിന്റെയും ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഒരു ദേവസ്വം മന്ത്രിക്കും കഴിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ഉന്നത കുലജാതന്മാരെല്ലാം BJPക്കും കോൺഗ്രസിനും വേണ്ടി ബാറ്റ് ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ സംഭവ ബഹുലമായി അവതരിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത അവസ്ഥയെന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിക്കുന്നിടത്തോളം അങ്ങനെ മൊഴിയെടുത്തു എന്നതിൻ്റെ പേരിനെ ഹൈപ്പ് കൊടുത്ത് ഇവരുടെ ഉള്ളിലെ കുറെ കഥകൾ പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെയും ഇവർക്ക് സ്വാധീനമുള്ള സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എഴുതി പൊലിപ്പിക്കും. അതിനപ്പുറത്തേക്ക് കടകംപള്ളിയെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷയത്തിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം അവരുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മറുപടി പറയാൻ നിൽക്കാതെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കന്മാരും അറസ്റ്റിലായി എന്നൊരൊറ്റ കാരണം, ഏതിന്റെ പേരിൽ? ഒപ്പിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ 2 പ്രസിഡന്റന്മാർ അറസ്റ്റിലായി എന്നതിനപ്പുറം മുരാരി ബാബുമാരും KE ബൈജുമാരും VS ശിവകുമാറിന്റെ സഹോദരിമാരും ഇപ്പോഴും സുപ്രീം കോടതിയുടെ ജാമ്യം തേടി രക്ഷപ്പെട്ട് നടക്കുന്ന ശ്രീലതമാരുമെല്ലാം ഏത് പാർട്ടിക്കാരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ അടുക്കളയിലെ കുശിനിക്കാരനാണ് എന്നതിൽ തന്നെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള വെപ്രാളമാണ് പലരെയും ചോദ്യം ചെയ്യുന്നില്ലേ, വിളിപ്പിക്കുന്നില്ലേ എന്ന രീതിയിലൊക്കെ തള്ളിമറിച്ച് നടക്കുന്നത്. ഒടുവിൽ സോണിയാഗാന്ധി വരെ ചിലപ്പോൾ ഇനി മുൾമുനയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇപ്പോൾ വന്ന വാർത്ത കോൺഗ്രസ്സുകാരുടെ ഉള്ളിലെ നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും മുഖഭാവവും നിങ്ങൾ കണ്ടതാണ്. ഭയന്നു പോയിട്ടില്ല, യാതൊരു ആശങ്കയുമില്ല. ആ കോൺഫിഡൻസ് ഉള്ളപ്പോഴും പക്ഷേ കേരളത്തിലെ വാർത്താ കച്ചവടക്കാർക്ക് ചിലതൊക്കെ വളച്ചൊടിക്കാൻ താല്പര്യമുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.